ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം. അപ്പോൾ നമ്മുടെ ഗെയിമിന്റെ അപ്ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഗെയിമിനകത്ത് 9th ആനിവേഴ്സറി ആയിട്ട് എന്തൊക്കെയാണ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ തന്നെ ആദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ചെറിയൊരു അപ്ഡേറ്റിന്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യണം, ഡേറ്റ ഡൗൺലോഡ് ചെയ്യണം. അപ്ഡേറ്റ് ആവുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്ഡേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഗെയിമിനകത്ത് എന്തൊക്കെയാണ് പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്, പിന്നെ 9th ആനിവേഴ്സറി അല്ലേ, അപ്പോൾ പുതിയ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. എന്തായാലും നമുക്കൊന്ന് നോക്കാം. ഞാനിപ്പോഴാണ് കയറുന്നത് ഗെയിമിനകത്ത്. അപ്പോൾ തുടക്കം തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം 9th ആനിവേഴ്സറിയുടെ ഈ ഒരു 9th ആനിവേഴ്സറി സെലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ആദ്യം തന്നെ ഒരു ഫ്രീ സ്പിന്നിന്റെ ഒരു കൂപ്പൺ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തൊരു 100 കോയിനും കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലി ലോഗിൻ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നതാണ് ഇതൊക്കെ. പിന്നെ ഏതൊക്കെയോ പ്ലേയേഴ്സ് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ മാൽഡീനിയുടെ ഒരു പാക്ക് വന്നിട്ടുണ്ട്. മാൽഡീനി, പിന്നെ കന്നവാരോ, പിന്നെ ഡിറോസിയോ എന്ന് പറഞ്ഞിട്ടൊരു മുമ്പ് എന്തോ ഉണ്ടായിരുന്നു ഗെയിമിനകത്ത്, ഇപ്പോൾ പുതിയതായിട്ട് വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ 3 പ്ലെയറിന്റെ പാക്കാണ് ഈ ഒരു അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് ഗെയിമിനകത്ത് വന്നത്. ഇപ്പോൾ കന്നവാരോ, മാൽഡീനി അറിയാമല്ലോ, ഓൾറെഡി നല്ല പ്ലെയർ ആണ്, ടോപ്പ് പ്ലെയർ ആണ്. ഗെയിമിനകത്തുള്ളതിൽ ടോപ്പ് CB ആൻഡ് LB ആണ്. പിന്നെ പുതിയൊരു സ്കില്ലൂടെ കൊടുത്തിട്ടുണ്ട്, ഷാഡോ ഹണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്കില്ലൂടെ കൊടുത്തിട്ടാണ് ഈ 3 പ്ലേയേഴ്സെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോ ഈ ഒരു പാക്കാണ് ഇന്ന് വന്നിട്ടുള്ളത്. വേറെ നോക്കുകയാണെങ്കിൽ മാനേജർ സെക്ഷൻ നോക്കുകയാണെങ്കിൽ മാനേജർ ഒന്നും ഇല്ല, ഓൾറെഡി മുമ്പുള്ള മാനേജറൊക്കെ തന്നെയാണ് ഉള്ളത്. പിന്നെ പ്ലെയർ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ പ്ലെയർ ഓഫ് ദി വീക്ക് ഓൾറെഡി മുമ്പ് വന്നിട്ടുള്ള പ്ലേയേഴ്സ് ഒക്കെ തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള. റാഷ്ഫോർഡിന്റെ കാർഡൊക്കെ മുമ്പ് ഓൾറെഡി കഴിഞ്ഞ ആഴ്ച വന്ന കാർഡൊക്കെ തന്നെയാണ്. ഡോക്കു. അപ്പോൾ ഇതൊക്കെയാണ് പ്ലെയർ ഓഫ് ദി വീക്കിലെ പ്ലേയേഴ്സ്. പിന്നെ ഇതിനകത്ത് ഡ്രോഗ്ബയുടെ ഒരു 50 പ്ലെയറിന്റെ ഒരു ഇതുണ്ട്. ഡ്രോഗ്ബ സിംഗിൾ സ്കില്ല് കൊടുത്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഫോക്സ് ഇൻ ദ ബോക്സ് ആണ് ആളുടെ പ്ലേയിങ് സ്റ്റൈൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇത് ഞാൻ എന്തായാലും പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. പിന്നെ ഇത് വേൾഡ് വൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പാക്ക് ഉണ്ട്. ഇത് നമ്മൾ സെലക്ഷൻ കോൺട്രാക്ട് വഴി എടുക്കേണ്ടതാണ്. ഇത് നമ്മൾ ഇടയ്ക്ക് മറ്റേ വോട്ടിംഗ് ഒക്കെ ചെയ്തിട്ട് കൊണ്ടുവന്ന പ്ലേയേഴ്സ് ആണ് ഇതൊക്കെ. ഇതിനകത്ത് കിമ്മിച്ചുണ്ട്, ഒറയിലുണ്ട്, പിന്നെ ഡിലേറ്റ് ഉണ്ട്, പിന്നെ വേറെ ഏതൊരു പ്ലെയർ ഫെഡറി, അങ്ങനെ എന്തോ ഒരു പ്ലെയർ കൂടെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മൾ സെലക്ഷൻ കോൺട്രാക്റ്റിൽ പക്ഷെ കഴിഞ്ഞ തവണ ഇതിനേക്കാളും ടോപ്പ് പാക്കാണ് കഴിഞ്ഞ 8th ആനിവേഴ്സറിയിൽ നമുക്ക് തന്നത്. അപ്പൊ ഇതിപ്പോ എനിക്ക് എന്തോ ഒരു വർത്ത് അല്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നല്ല, ആർക്കും ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു പാക്ക്. കഴിഞ്ഞ തവണ നമുക്ക് ബാറ്റിസ്റ്റൂഡ, പിന്നെ ഓവൺ, അങ്ങനത്തെ ടോപ്പ് പ്ലേയേഴ്സിന്റെ പാക്കാണ് കൊണ്ടു തന്നത്. അതെല്ലാവർക്കും അറിയാലോ, ബാറ്റിസ്റ്റൂഡ ഒക്കെ ആ ടൈം കത്തി നിന്ന പ്ലെയറാണ്. ഇപ്പോഴും എല്ലാവരും കളിക്കുന്നുണ്ട്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പാക്ക് ഒന്നുമല്ല. അപ്പോൾ ഇതാണ് സെലക്ഷൻ കോൺട്രാക്ട് വന്നിട്ടുള്ളത്. ഈ സെലക്ഷൻ കോൺട്രാക്റ്റിന്റെ കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം, വീഡിയോയിൽ എന്തായാലും പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ വേറെ മെയിനായിട്ടൊന്നും ഇല്ല ഇതിനകത്ത്. ഇതൊക്കെ തന്നെയാണ് ഈ ഒരു 9th ആനിവേഴ്സറിയിൽ അവർ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ മിഷൻസിനകത്ത് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഓരോ കളി കളിച്ച് ഇങ്ങനെ ഓരോ കളി കഴിഞ്ഞ് പോകുമ്പം ഈ റിവാർഡ്സ് ഇങ്ങനെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കും. കംപ്ലീറ്റ് ആയി നേരെ നമുക്ക് ഡ്രോഗ്ബയുടെ ആ ഒരു ഫ്രീ സ്പിന്നാണ് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്. ഇതിപ്പോൾ കളിച്ച് വരുമ്പം കോയിൻസും ഉണ്ട്, അതുപോലെ ഫ്രീ സ്പിന്ന് ഇതിനകത്തുണ്ട്. ഇതിപ്പോൾ ഈ ഒരു 9th ആനിവേഴ്സറിയുടെ ഇവന്റ് എൻഡ് ആവുന്ന സമയത്ത്, ക്യാമ്പയിൻ എൻഡ് ആവുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് സെലക്ഷൻ കോൺട്രാക്ട് കിട്ടുന്നത്. സെലക്ഷൻ കോൺട്രാക്റ്റിനകത്ത് ഈ 4 പ്ലേയേഴ്സ് ഇതിനകത്ത് നിന്ന് ആരെങ്കിലും നിങ്ങൾക്ക് കളക്ട് ചെയ്യാം, സെലക്ട് ചെയ്തെടുക്കാം. പിന്നെ ഇത് ഫ്രീ സ്പിന്ന് പറഞ്ഞത് നമ്മളെ ഡ്രോഗ്ബയുടെ ആ ഒരു പാക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഫ്രീ സ്പിന്നാണ് കിട്ടുന്നത്.
ഇതിപ്പോൾ നമുക്കെന്തായാലും എൻഡ് ആവുന്നതെന്ന് പറയുമ്പം 4/6/2026 അടുത്ത മാസം 4-ാം തീയതിയാണ് ഈ ഒരു ഇത് എൻഡ് ആവുന്നത്. അപ്പോഴത്തേക്കും ആയിരിക്കും ഈ ഒരു സെലക്ഷൻ കോൺട്രാക്ട് ഷോർട്ട് ടൈം കാർഡിന്റെ സെലക്ഷൻ കോൺട്രാക്ട് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതിനകത്തും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഓരോ മാച്ച് കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് ഫ്രീ സ്പിന്ന് നമുക്ക് എടുക്കാവുന്നതാണ്. ഓരോ മാച്ചിൽ നമ്മൾ ഗോൾ അടിക്കുമ്പോഴും അതുപോലെ വിൻ ആവുമ്പോഴും കിട്ടുന്നതൊക്കെയാണ് ഈ ഒരു ഫ്രീ സ്പിന്ന്. ഇത് എല്ലാം ഡ്രോഗ്ബാഡ് ആ ഒരു ഫ്രീ സ്പിന്നായിരിക്കും. ഗൈസ്, അപ്പോൾ മെയിനായിട്ട് പറയാനുള്ളത് ഈ ഒരു പാക്ക് തന്നെയാണ്. ഈ ഒരു പാക്കിൽ പുതിയൊരു സ്കില്ലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടോപ്പായിട്ടുള്ള പ്ലേയേഴ്സ് തന്നെയാണ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. CB, LB പിന്നെ അതുപോലെ DMF ഒക്കെ വേണ്ടവർ ഈ ഒരു പാക്ക് ഓപ്പൺ ചെയ്ത് എന്തായാലും എടുത്ത് കളിപ്പിച്ച് നോക്കുക. കാരണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആങ്കർമാൻ കാർഡാണ് ഡിറോസിയുടെ കാർഡ്. അപ്പോൾ മുമ്പ് ആങ്കർമാൻ വന്നിട്ട് തന്നെ കുറേ നാളായി. അപ്പോൾ ആങ്കർമാൻ വെയിറ്റ് ചെയ്തിരുന്നവരൊക്കെ ഈ ഒരു പാക്ക് ഓപ്പൺ ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു കാർഡിന് വരുന്നുണ്ട്. ഏകദേശം നമ്മുടെ ആങ്കർമാൻ വേര ഉണ്ടല്ലോ, ആ ഒരു കാർഡിനൊക്കെ പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു കാർഡ് തന്നെയാണ് ഇത്. അപ്പോൾ എന്തായാലും വേണ്ടവരൊക്കെ ഈ ഒരു കാർഡ് വേണമെങ്കിൽ ഓപ്പൺ ചെയ്ത് പാക്ക് ഓപ്പൺ ചെയ്ത് എടുക്കാവുന്നതാണ്. പിന്നെ LB ഉണ്ട്, CB ഉണ്ട്. മാൽഡീനി പറയണ്ടല്ലോ, മാൽഡീനി അത്യാവശ്യം ഗെയിമിൽ ടോപ്പായിട്ട് നിൽക്കുന്ന LB ആണ്. CB കളിക്കും, RB കളിക്കും, എല്ലാ പൊസിഷനിലും അത്യാവശ്യം കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. പിന്നെ കനവാരോ മുമ്പൊരു കാർഡ് വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഫ്രീ ആയിട്ട് കനവാരോയുടെ കാർഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വേറൊരു ക്ലബിലെ കാർഡാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഗൈസ്, ഇതൊക്കെയാണ് ഈ ഒരു 9th ആനിവേഴ്സറി കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ. ഡ്രോഗ്ബാഡ് ഫ്രീ സ്പിന്ന് നമുക്കൊരു 18 ഫ്രീ സ്പിന്ന് കിട്ടും. അപ്പോൾ 18 ഫ്രീ സ്പിന്നിൽ ചിലപ്പോൾ നമുക്ക് 50 പ്ലേയേഴ്സ് അല്ലേ ഉള്ളൂ. ചിലപ്പോൾ നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ സാധനം കിട്ടും. കിട്ടിയടുത്ത് കളിപ്പിച്ച് നോക്കുക. ബുള്ളറ്റ് ഹെഡറാണ് സ്കില്ല് വരുന്നത്. ഫോക്സ് ഇൻ ദ ബോക്സ് ആയതുകൊണ്ടാണ് ചെറിയൊരു ഇത്. കാരണം ഈ പ്രാവശ്യം അവർ കൊണ്ടുവന്ന എല്ലാ കാർഡും ഫോക്സ് ഇൻ ദ ബോക്സ്, ഡീപ് പ്ലേയിങ് ഫോർവേഡ്, അങ്ങനത്തെ ഒരുപാട് കാർഡ്, ഗോൾ പോച്ചേഴ്സ് ഒക്കെ കൊണ്ടുവരൽ ഇപ്പോൾ കുറവാണ്. എന്തായാലും ഡ്രോഗ്ബ ഏജ് കുറവായിട്ടുള്ള കാർഡാണിത്. പ്രൈം ടൈമിലുള്ള കാർഡാണ്. അപ്പോൾ എന്തായാലും ഗൈസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കോയിന് കൊടുത്ത് കറക്കണ്ട, എന്തായാലും ഫ്രീ സ്പിന്നിൽ കറക്കി കിട്ടിയ എടുത്ത് കളിപ്പിച്ച് നോക്കിയാൽ മതി. പിന്നെ നമുക്ക് ഇതിനകത്ത് കുറച്ച് ഫ്രീ സ്പിന്നൊക്കെ വരുന്നുണ്ട്. ഫ്രീ ആയിട്ട് പ്ലേയേഴ്സിനെയൊക്കെ തരുന്നുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. ഒരു ഫ്രീ ട്രൈ ഉണ്ട്. മാൽഡീനിയുടെ പാക്കിൽ ഒരു ഫ്രീ ട്രൈ ഉണ്ട്. എന്തായാലും നമുക്ക് കിട്ടാൻ പോണില്ല. നമ്മളൊക്കെ കോയിൻ കൊടുത്ത് കറക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഫ്രീ ട്രൈ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഗൈസ്, നമ്മളെ ഫ്രീ ട്രൈ ഇവിടെ തേഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഡ്രോഗ്ബായുടെ ഫ്രീ ട്രൈ. അങ്ങനെ എല്ലാം കഴിഞ്ഞല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനായിട്ടുള്ള. 8th ആനിവേഴ്സറി വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഒന്നുമല്ല. 9th ആനിവേഴ്സറിയിൽ ഇവർ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. പിന്നെ എടുത്ത് പറയാനായിട്ട് ഒരു സാധനം ഇതിനകത്തില്ല. ഒരു വലിയൊരു ഷോവായിപ്പോൾ. ഈ ഒരു പാക്ക് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ കോയിന് കൊടുത്ത് കറക്കേണ്ട ഒരു സാധനം. അല്ലാതെ ഫ്രീ ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഫ്രീ ആയിട്ടൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. നല്ല പാക്കൊക്കെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം അതുമില്ല, ഒന്നുമില്ല. ഈ ഒരു ഡ്രോഗ്ബായുടെ ഈ ഒരു കാർഡ്, അതും ഫോക്സ് ഇൻ ദ ബോക്സ് സിംഗിൾ സ്കില്ല്, പിന്നെ ഈ ഒരു ഷോർട്ട് ടൈം ബാക്ക് സെലക്ഷൻ കോൺട്രാക്ട്, ഇത്ര തന്നെ. ഇതൊക്കെ തന്നെ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ്, 9th ആനിവേഴ്സറി അപ്ഡേറ്റ് വലിയ മോശമാണ്. വലിയ രസമൊന്നുമില്ല. എടുത്ത് പറയാനായിട്ട് ഒന്നുമില്ല ഇതിനകത്ത്. അപ്പോൾ ഗൈസ്, ഫ്രീ ട്രയൽ എപ്പിക്ക് അടിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്തു ആർക്കൊക്കെയാണ് എപ്പിക്ക് അടിച്ചിട്ടുള്ളത് നോക്കാം നമുക്ക്. അപ്പോൾ പിന്നെ നമുക്ക് കോയിൻ ഓഫറൊക്കെ, സൈറ്റിനകത്ത് കോയിൻ ഓഫറൊക്കെ ഉണ്ട്. അപ്പോൾ പാക്ക് ഓപ്പൺ ചെയ്യണവരൊക്കെ ആണെങ്കിൽ സൈറ്റിനകത്ത് 1300, 2700 അങ്ങനെ എന്തോ കോയിൻ ഉണ്ട്, ഓഫർ കോയിൻ ഉണ്ട്. അപ്പോൾ വേണമെന്നുള്ളവരൊക്കെ നോക്കിയിട്ട് എടുത്ത് കറക്കേണ്ടതായിരിക്കും. ഈ ഒരു പാക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ കോയിൻ ഓഫറൊക്കെ അതിനകത്തുണ്ട്, സൈറ്റിനകത്തുണ്ട്. അപ്പോൾ പറ്റുന്നവരൊക്കെ അതിനകത്ത് കയറി പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഗൈസ്, പിന്നെ
തിങ്കളാഴ്ചത്തെ പാക്ക് ഇതുപോലത്തെ ഒരു പാക്കായിരിക്കും. തിങ്കളാഴ്ച ഒരു ബിഗ് ടൈം കാർഡും പിന്നെ 2 ഷോർട്ട് ടൈം കാർഡ് വെച്ചിട്ടുള്ള ഒരു പാക്കാണ് തിങ്കളാഴ്ച വരുന്ന പാക്ക്. അപ്പോൾ അത് ഞാൻ എന്തായാലും സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് തിങ്കളാഴ്ച വരുന്ന പാക്ക്. ഇനിയിപ്പോൾ ഈ പ്രാവശ്യമൊക്കെ അവർ ഫുള്ള് ഷോർട്ട് ടൈം ആൻഡ് ബിഗ് ടൈം എന്ന് പറഞ്ഞിട്ട് രണ്ട് ഷോർട്ട് ടൈം ഒരു ബിഗ് ടൈം വെച്ചിട്ട് അങ്ങനെ കുറേ പാക്ക് കൊണ്ടുവന്നു. ഒരാവശ്യമില്ല. എന്തിനാണ് ഇതൊക്കെ കൊണ്ടുവരുന്നത്? അതിന് പകരം നല്ല എപ്പിക്കും പുതിയ പ്ലേയേഴ്സിനെയൊക്കെ ആഡ് ചെയ്ത് കൊണ്ടുവന്നു ഇവിടെ. എന്തോ പരിപാടി മെയിനായിട്ട് എന്തോ സംഭവം ഇവർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ പാക്കൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കോയിനൊക്കെ തീരുമല്ലോ. ഇപ്പൊ ഓഫർ കോയിൻ വന്ന് ഈ ഓഫർ കോയിന് കഴിയുമ്പം ഇവർ നല്ല ഏതെങ്കിലും ഒരു പാക്ക് കൊണ്ടുവരും. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ഗെയിമിനകത്ത് കയറി ഓഫർ ഇല്ലാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? മറ്റേ ഓഫർ ഇല്ലാത്ത കോയിനൊക്കെ എടുത്ത് കറക്കേണ്ടി വരും. അപ്പൊ ഒരുപാട് പൈസ നമ്മളെ കയ്യിൽ നിന്ന് പോകും. അതാണ് ഇവരെ മെയിൻ ടാർഗറ്റ്. അപ്പോൾ ഇപ്പോ ഓഫർ കോയിന് വന്ന് ഇത് എൻഡ് ആവുന്ന സമയത്തായിരിക്കും ഇവർ നല്ല പ്ലേയേഴ്സിനെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തായാലും ഫ്രീ ട്രയൽ എപ്പിക്കൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോ. ഗൈസ് അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചെറിയൊരു ഗീവ് അവേ നടക്കുന്നുണ്ട്. ചെറിയൊരു ഗീവ് അവേ. അപ്പോൾ അറിയാത്തവരൊക്കെ കയറി ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. രാത്രിത്തെ ലൈവിലായിരിക്കും വിന്നർ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. കമന്റ് പിക്കർ വഴിയായിരിക്കും വിന്നറെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അറിയാത്തവരൊക്കെ ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ കയറി ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. ചെറിയൊരു അക്കൗണ്ട് ഗീവ് അവേ ആണ്. കാണാത്തവരൊക്കെ ഒന്ന് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു. അതുവരെയും ഗൈസ് ബൈ.